ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസോസിയേഷൻ്റെ ഇനാഗുറേഷൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ഡാൻസ് കളിക്കും. സോ അതിൻ്റെ പ്രാക്ടീസാണ് നിങ്ങൾ കാണുന്നത്. പ്രാക്ടീസാണെന്ന് പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് ക്ലാസ് കയറിയിട്ടില്ല. അല്ല, ശരിക്കും പ്രാക്ടീസ് തന്നെയാണ്. എനിക്ക് രാവിലത്തെ പ്രാക്ടീസിൻ്റെ സെക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറിനായിരുന്നു. രാവിലെ തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു ഉച്ചയ്ക്കൊക്കെ ഭയങ്കര വിശപ്പ്. അതുകൊണ്ട് വേഗം ചോറിനാൻ വന്നതാണ്. ഇന്നിതാ ഇത്ര സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. എനിക്ക് അവിയൽ വേണ്ട. ആർക്കാ വേണ്ടേ? ഇന്നത്തെ എൻ്റെ ഇന്നത്തെ പോലെ ബിൻഷയല്ല, ഫെബിയാണ് കേട്ടോ. അനക്ക് വേണോ? വേണമെങ്കിൽ ഇട്ടെടുത്താളാം. അത് വേണമെങ്കിൽ ഇട്ടെടുത്താളാം. ഇത് വേണോ? ഇത് വേണോ? അത് വേണോ? വേണോ? അടുത്തോ? ചെവിക്ക് ഭയങ്കര കുറവ് ഗൈസ്. ക്യാൻറ്റീനിൽ ഭയങ്കര സൗണ്ട് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മ്യൂട്ടാക്കി തരാം. ഞാൻ ഇതുവരെ കഴിച്ച് തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. പച്ചക്കറികൾ അങ്ങനെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ആ വക സാധനങ്ങൾ ഞാൻ ബാക്കിയുള്ളവർക്ക് കൊടുക്കുന്നത്. അതിലിടയ്ക്ക് സാമ്പാർത്തൊരു കഷ്ണം എൻ്റെ മടിക്ക് വീണ്. അപ്പോൾ ഫെബി ചോദിച്ചു എന്താണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു സാമ്പാർത്തൊരു കഷ്ണം എൻ്റെ മടിക്ക് വീണതാണ്. ഡ്രസ്സിലൊക്കെ ആയി. അങ്ങനെ ചോറൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും പ്രാക്ടീസിന് പോയി. അങ്ങനെ ഡാൻസ് കളിച്ച് ക്ഷീണിച്ചപ്പോൾ ഇനി കുറച്ച് നേരം പാട്ട് പാടിയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ചിതറിത്തെറിക്കുന്ന ചിന്തകളിലെപ്പോഴും നിന്റെ ഈ പുഞ്ചിരിയൊന്നു മാത്രം. മഴവില്ലു പോലെ നീ മനസ്സിൽ തെളിയുമ്പോൾ ഉണരുന്നു എന്നിലെ മാർഗഴിക്കാറ്റ് നീ വരുമ്പോൾ എൻ്റെ ഉള്ളിൽ തേൻ കുയിൽ പാട്ട്. അപ്പൊ നമ്മളിവിടെ എത്തിന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് പ്രാക്ടീസ് എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. പ്രാക്ടീസ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എങ്ങോട്ടാ പോണത്? റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമ്മളിനി വീട്ടിൽ പോവാണ് ഗൈസ്. റെയിൽവേ സ്റ്റേഷൻ, ജിൻസിയുടെ വീട്, കോളേജ്, റെയിൽവേ സ്റ്റേഷൻ, ജിൻസിയുടെ വീട്. നിങ്ങൾ ഈ റെയിൽവേ സ്റ്റേഷൻ കാണുന്നുണ്ടോ? റെയിൽവേ സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമോ? ഒന്നുകൂടി പറയൂ. ഇനി ഉച്ചത്തിൽ പറയൂ. ഇനി റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കൈ മുന്നിലേക്ക് വെച്ച് കാല് ഫ്രണ്ടിലോട്ട് വെച്ച് ഇങ്ങനെ നടക്കണം. നടന്നോളൂ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ജയിച്ചു. നമ്മൾ ജയിച്ചു. ആരാണ് ക്ലാസ് ഇരിക്കുന്നത്? ഞാനാണത്. അതവിടെ ഇരിക്കുക. അത് ബാഗ്. നിങ്ങൾ പോകും പലതരം സാധനങ്ങളുമുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് പറഞ്ഞു. മാപ്പ് എന്തായിരുന്നു? നിങ്ങൾ പോകും സ്ഥലം കണ്ട് പറയുമ്പോൾ
അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറിയപ്പോൾ ഈ അച്ചാച്ചൻ ജിൻസിനോട് ഭയങ്കര വർത്തനം. ജിൻസിൻ കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. മൂപ്പരാണെങ്കിൽ ജിൻസിൻ്റെ നാടും വീടും നാളും ഒക്കെ ചോദിച്ചറിയുന്നുണ്ട്. ഇനി മക്കൾക്ക് വല്ല കല്യാണാലോചനയൊക്കെ ആയിരിക്കുമോ ആവോ. പിന്നെ ഞങ്ങൾ ട്രെയിൻ ഇറങ്ങി നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.